കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയതായിരുന്നു. പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ ഉദ്ദേശിച്ച പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായി ഉള്ള തീരുമാനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കേസിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അന്വേഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന്, മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ്. കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിൻ്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിൻ്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്റർ SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസുള്ളത്. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളാരെ പുറത്തു വിട്ടതായിരുന്നു. അതൊരു ഭാഗം. രണ്ടാമത് ബഹുമാനപ്പെട്ട IG-യോട് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 188ഓളം കേസുകൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും നിങ്ങളത് കേട്ടിരിക്കും. ഞാൻ IG-യോട് പറഞ്ഞത് ഈ 188 കേസിൽ ഒരു 25 ആളുകളെങ്കിലും കാരിയേഴ്സിനെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടെ നിന്നാണ് ഗോൾഡ് പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്, പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, എവിടെ വെച്ചാണ് ഇത് തൂക്കിയത്, ആരാണ് ഇതിന് സാക്ഷി നിന്നത്, ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത്, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്, ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിവില്ല. അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് എടവണ്ണ പോലീസ് റിദാൻ വധക്കേസ്, ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഏറ്റവും പ്രബലമായ പരാതി റിദാൻ വധക്കേസായിരുന്നു. ആ റിദാൻ വധക്കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ അന്വേഷണ പരിധിയിലാണ്. അതിൻ്റെ സ്വകാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിദാൻ വധക്കേസ് 3 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ്. എന്താണ് പെറ്റീഷൻ? റിദാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിദാൻ്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാൻ വന്നവരാണ് റിദാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത്, ഞാൻ ആ ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്, കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി ഈ അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ്. അതൊരു ഭാഗത്ത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസ് എടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് അവരെക്കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ
പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിൻ്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് വൽക്കരിക്കും? മഹത്വവൽക്കരിക്കുന്നു. അതെ, മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? P. ശശിയും ഞാനും 40-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് P. ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതിയിൽ. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ ഒരു പരാതി ചെയ്യുക? നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അന്ന് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിലെ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ആ നയത്തിൽ, ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു. പിന്നെ എന്തോ ഒരു 1500 ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു. ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും ഇതൊക്കെ, അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എല്ലാവിധ പ്രൊസീജിയറുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ? എന്തുകൊണ്ട് തെളിയിക്കണം? ഇനിയാണ് പത്രപ്രവർത്തകർ, എൻ്റെ പൊതുസമൂഹം, കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനീയരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കിനി പ്രതീക്ഷ കോടതിയാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ്.
കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചു പോവുകയാണ്. ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെൻറ്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാനിവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിൻ്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി. വേറെ നിവൃത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ, കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്, അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം. പേരില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല, ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ, എനിക്കൊരു പല കാര്യങ്ങളും പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നും എനിക്കറിയില്ല. ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് ഈ CM ഈ കഥാം സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ? എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വാരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും, കടല വറുക്കുന്നവനറിയും, ടാക്സിക്കാർക്കറിയും. ഒന്ന് വിളിച്ചോ CM? എന്താണ് ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? എന്താണ് നാട്ടിലെ സംസാരം? ഉണ്ടായില്ലല്ലോ. ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല. എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട്. 50-60 വർഷമായി ഗേറ്റ് അടക്കാറില്ല. ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ, പോകാം, നടക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്, അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട CMന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അതല്ല, ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ? 2 വീഡിയോ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 2 പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരുടെ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്നതിന് സംശയമാണ്. കോടതിയിൽ ആ കടലാസെ തിരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട്, അതിൻ്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയുടെ നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാണ്. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്, ഞാൻ പടച്ചോനുണ്ട്, ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം, കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം, നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ
എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ? അതാണോ വാസ്തവം? അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണും. പേര് നിഷാദ് PT. എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഖത്തറില്. എത്ര വർഷം? 10 വർഷം. ഈ ലാസ്റ്റില് നിങ്ങൾ വരുന്ന സമയത്താണ് സ്വർണം അത് ഏതാ ഡേറ്റ്? ഏത് വർഷം? 2023 മെയ്യില്. അപ്പോ ഏത് ഫ്ലൈറ്റിൽ ഖത്തറിന് നേരിട്ട് വന്നു? രാത്രി ഫ്ലൈറ്റ് കോഴിക്കോട് ഇറങ്ങി. പിന്നെ എന്താ സംഭവിച്ചത്? ഉള്ളിൽ കുറച്ചു നേരം നിന്നു. കുറച്ച് ലേറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് കസ്റ്റംസിന് കുറച്ച് ചെക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഷബിന വൈഫും ആരും കൂട്ടാൻ കൂട്ടാൻ പോയി. പേര് രഹന. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നത്? പിന്നെ ഇവര് അമ്മോന്റെ മോനും പിന്നെ എന്റെ ഏട്ടന്റെ വൈഫും. രഹനന്റെ ഏട്ടന്റെ വൈഫും അമ്മാന്റെ മോനും. വണ്ടി ആരാ ഓടിച്ചിരുന്നത്? ഡ്രൈവറുണ്ടോ? എയർപോർട്ടിൽ ഭർത്താവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയതാ. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെയും ലേറ്റായി നമ്മളവിടെ എത്തി. പിന്നെ ആളെ പുറത്തുണ്ടായിരുന്നു. ആളെ നമ്മള് കസ്റ്റംസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടേ. അപ്പൊ ഞാൻ ആളെ കൂട്ടിയിട്ട് ഞാള് ജസ്റ്റ് കാർ സ്റ്റാർട്ടായി കേറി. അവരെ കണ്ടു. എയർപോർട്ടിൽ നിന്ന് റേവലിൽ നിന്ന് പുറത്തിറങ്ങിയ അവിടെ തന്നെ എയർപോർട്ട് ബിൽഡിങ്ങിന്റെ അവിടെ തന്നെ കാറിൽ കയറി മുമ്പോട്ട് പോയി. മുമ്പോട്ട് ആൾക്കാരെ വന്നിട്ട് കൈ കാട്ടി. അപ്പൊ അവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. നല്ല പോവാണ്. നോർമലി വന്ന് എത്ര ദൂരം പോകുന്നുണ്ടാവും കയറിയിട്ട്? അവിടുന്ന് ഒരു കൈയാട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് ഞങ്ങളെ ബാക്ക് ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് ഇവര് ജീപ്പ് കയറി. അവിടുന്ന് ഇറക്കിയിട്ട് എന്താ ചെയ്തത്? പോലീസിന്റെ ഇതുണ്ടല്ലോ ടോൾ ഗേറ്റിന് അവിടെ തന്നെയല്ലേ? തൊട്ടടുത്ത്. അതിനകത്ത് ഞങ്ങളെ കൊണ്ടുപോയി. ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ വെച്ചാൽ സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. അത് പെട്ടിയിലാണോ ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. പെട്ടിയിലാണോ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ആവശ്യത്തിന് സമയം എടുത്തോ ആലോചിച്ച് പറഞ്ഞതാണ്. അവിടെ എത്തിയില്ലേ? ഇരുത്തി വാങ്ങിച്ചു. സാധനം ഉണ്ടെന്നോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അതില്ലെന്ന് പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം ക്ലിനിക്കില് കുളിക്കലോ. അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ശരീരത്തിൽ പെട്ടിയിലില്ല. നിങ്ങളുടെ ശരീരത്തിലില്ല. അപ്പൊ കുളിക്കലോ അദ്ദേഹം പോയത്. അവിടെ ഒരു ക്ലിനിക്കില് കൊണ്ടുപോയി. അപ്പഴും ഇവിടെ അടുത്താണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കും വന്നാ മതി. അവിടെ എത്തുമ്പോ ഇവര് ഇവിടെ അല്ല. ഒരു ജീപ്പ് അവിടെ ഇല്ല, ഒന്നുമില്ല. പിന്നാണ് ഒരു ജീപ്പ് പോയിട്ട് ഇവര് വന്നത്. ആളവിടെ അല്ല, അവിടെ വെയിറ്റ് ചെയ്ത്. പിന്നാണ് ജീപ്പും ആളൊക്കെ വന്നത്. കുട്ടികൾ വന്നു. അതായത് ക്ലിനിക്കിൽ പോയി സ്കാൻ ചെയ്തു. അത് എക്സ്റേ സ്കാനോ? സ്കാനിങ് ചെയ്തു. സ്കാൻ ചെയ്ത് സാധനം നോക്കാം. അങ്ങനെ തിരിച്ചു വന്നു. എങ്ങോട്ട്? ഈ പോലീസ് ചെക്ക് പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്ക് വന്നു. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഉള്ളിൽ കയറ്റി അവിടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനുള്ളിൽ ബാത്റൂം ഉണ്ട്. അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് അയച്ചു കൊടുത്തു. അവിടെ നിങ്ങൾ ബാത്റൂമിൽ കയറി സാധനം എടുത്തു. രാവിലെ കൈ കൊടുത്തു. എന്റെ കയ്യിൽ തന്നെ തന്നു. കയ്യിൽ വെക്കുന്ന പറഞ്ഞു. ഞാൻ 2 ഫോട്ടോ എടുത്തു. ഉള്ളിൽ ഫോട്ടോ പുറത്തേക്ക് ഫോട്ടോസ് ഈ ഗോൾഡിന്റെ ഫോട്ടോ ആണോ എടുത്തത്? എന്റെ ഫോട്ടോ. നിങ്ങൾ ഫോട്ടോ എടുത്തു? ഗോൾഡ് ഫോട്ടോ എടുത്തില്ല. ഗോൾഡിന് ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? അവിടുന്ന് നേരം അവര് ജീപ്പിൽ തന്നെ കേസ്
ഇവരോട് തിരിച്ച് ഞങ്ങള് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ആ പോലീസ് ജീപ്പിന് രണ്ടാമത് ഫോളോ ചെയ്ത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് ഒപ്പിട്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര സമയം എടുത്തു? അവിടെ കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുറത്തായിരുന്നു. ഒരു പുറത്ത് മൂന്ന് അകത്തിരുന്ന സ്റ്റേഷനുള്ളിൽ കയറിയത് വണ്ടിയിൽ ഇരിക്കുന്നു. പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റി ഒഴിപ്പിച്ചു. എന്താ എഴുതിയെടുത്തത്? പേരും അഡ്രസ്സും ബാക്കിയുള്ള അഡ്രസ് നിഷാദിന്റെ മൊഴി എടുത്തോ? എന്റെ മൊഴി എടുത്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചെഴുതി. അപ്പൊ ഇതിന് തൂക്കം ചോദിച്ചില്ലേ? എത്ര പീസ് ഉണ്ടായിരുന്നു? എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു? 300 വെച്ചിട്ടാണ്. 300ന്റെ ക്യാപ്സ്യൂൾ. അതിനകത്ത് ബാക്കിൽ 300ന്റെ 3 900 ഗ്രാം. അപ്പൊ അതൊന്നും ഇതിലൊന്നും മുമ്പിൽ എഴുതി ഒപ്പിടിക്കണമെന്നില്ല. എല്ലാം ഒപ്പിടിച്ചിട്ടൊന്നുമില്ല. അന്നേരം സ്റ്റാർട്ടിങ്ങിലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പേപ്പർ മാത്രം എഴുതി വായിക്കണം പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ എന്നിട്ട് മോള് ജാമ്യത്തിന് ഞാൻ ഇയാളെ ഏറ്റെടുക്കുന്ന പറഞ്ഞ എഴുതി ഒപ്പിട്ടതാ. ഏറ്റെടുക്കുന്ന എഴുതി ഒപ്പിട്ടു. അപ്പൊ രാത്രി എത്ര മണിയായിട്ടുണ്ടാവും? രാത്രി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എത്ര പോലീസുകാരുണ്ട്? അവിടുന്ന് യൂണിഫോം ഇടാത്ത രണ്ടാൾക്കാരെ നമ്മളെ അവിടുന്ന് എടുത്തത് പിക്ക് ചെയ്തത്. എയർപോർട്ടിൽ നിന്ന്. രണ്ടാമതുണ്ട് അല്ല, ഫസ്റ്റ് ടൈം ഞങ്ങളെ യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ. പിന്നെ അല്ല, പിന്നെ ആള് ഇവലാടാക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ പോലീസ് തന്നെ നമ്മളോട് ഒപ്പിട്ട് വാങ്ങിയതൊക്കെ. അന്ന് മോളോടൊന്നും ചോദിച്ചില്ല? ഇല്ല ഇല്ല. ഭർത്താവ് എന്തെങ്ങനെ പണിക്കിങ്ങനെ വേണ്ടാത്ത ചെയ്യണമെന്നും ചോദിച്ചു? ഇല്ല ഇല്ല. ഒന്നും അങ്ങനത്തെ ഒരു ചോദ്യം ഭർത്താവിനോട് കണ്ടിട്ടില്ല. ജാമ്യത്തിനാണ് ഞാൻ ഇയാളെ പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാൻ ജാമ്യത്തിൽ എടുക്കുന്നതാണ് ഒപ്പിട്ടു. എന്നിട്ട് അവിടുന്ന് പോയി. ഗോൾഡൊക്കെ അവരെടുത്തിച്ചവിടെ. വേറെ തഹസിൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ സാക്ഷിയോ ആരുമില്ല. പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല. പോലീസുകാർ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അപ്പൊ രാത്രി ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? 2 മണി. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചു കഴിഞ്ഞാല് ഒരു വിളിക്കുന്ന പ്രതീക്ഷയിലുണ്ടായിരുന്നു. അതിനെ വിളിച്ചിട്ടില്ല. പിന്നെ കസ്റ്റംസ് ആള് വന്നു. എത്ര കഴിഞ്ഞു? പോലീസിന് പിന്നെ വിളിയേ വന്നില്ല. പോലീസിന് വിളിയ വന്നില്ല. കസ്റ്റംസ് ആള് വന്നു. അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെ എടുത്ത്? ഈ സ്വർണ്ണ എന്തൊക്കെ എടുത്ത്? പാസ്പോർട്ട് അവിടെ കൈ വെച്ച് അവരെടുത്ത് വെച്ച് പോലീസുകാരെടുത്ത് വെച്ച് ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ തിരിച്ചു എന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ പറഞ്ഞു. അപ്പൊ അവിടെ കഴിഞ്ഞ വിചാരിച്ചു. പിന്നെ കസ്റ്റംസ് വന്നു വീട്ടില്. അതങ്ങനെ വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞു? അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് അന്വേഷിച്ച് പോയതൊന്നുമില്ല. ഇല്ല, അവര് വിളിക്കുന്ന വിളിക്ക് വെയിറ്റ് ചെയ്ത് വിളിച്ചിട്ട് വന്നാ മതി. അപ്പൊ ആരും വന്നില്ല. പിന്നെ കസ്റ്റംസ് ആരാ വരുന്നത്? ഓഫീസറായിരുന്നു. സാറൊക്കെ ആയിട്ടുള്ള ഇതിന് മോളുണ്ട് മിഠായി. എങ്ങനെ ഒരു കസ്റ്റംസിന്റെ ആളായിരുന്നു. അത് വന്നു വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് അവരവിടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ എഴുതി അഡ്രസ് കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞ അങ്ങനെ തന്നെ ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ അവരങ്ങ് പോയി. അപ്പൊ അവരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത്. അവരോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവരൊന്ന് ഇങ്ങനെ വന്നാൽ മതി, കസ്റ്റംസ് ഓഫീസിൽ വന്നാൽ മതി, അവിടെ അന്വേഷിച്ചാൽ മതി. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെ വന്നാൽ കയറാം. ഒരു ആഴ്ചക്ക് ശേഷം ഞാൻ പോയി. ഒരാഴ്ചയായിട്ട് ഞാൻ പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു പാസ്പോർട്ട് വരണമെങ്കിൽ 30 റുപ്യന്റെ അടുത്ത് ഗോൾഡ് ഇത് കെട്ടണം. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതിനാണ് വിധി ഉണ്ടാവുക. ആയിക്കോട്ടെ ചെയ്യാന്നാണ്. അല്ല കുറെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ലാന്ന് ഫൈനാണ്. അപ്പൊ അതിനോട് നോട്ടീസും തന്നില്ലേ? ഇല്ല, അവിടെ നോട്ടീസ് വന്നിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു. പിന്നെയാണ് പോലീസുകാരെ വിളിക്കുന്നത്. പിന്നെ പോലീസ് വിളിച്ചു. മഞ്ചേരി കോർട്ടിൽ ഹാജരാണെന്ന് പറഞ്ഞു. അവിടെ ഹാജരാണെന്ന് സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ ഹാജരാൻ പറ്റില്ല. അടുത്ത ആഴ്ചയാണ് പിന്നെ ഹാജരായത്. ആദ്യത്തെ ആഴ്ച അപ്പൊ സമൻസ് ഒന്നുമില്ല. വിളിച്ചത് മാത്രം. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് കോടതി പോവാ? അവിടെ പോയിട്ട് ആളെ വിളിക്കണം. ഒരാൾ നമ്പർ വന്നു. വേറെ പോലീസുകാർ നമ്പർ. ഇന്ന ഡേറ്റിൽ നിങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട്
അവിടെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് അവിടെ വിളിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ആഴ്ച നിങ്ങൾ പോകാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ചയാണ് പോകുന്നത്. രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? പോലീസുകാരെ വിളിച്ചല്ല, അങ്ങോട്ട് വിളിച്ചു. വിളിച്ച അടുത്ത ആഴ്ച ഡേറ്റ് വരാൻ. ഡേറ്റ് വരാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി. രണ്ടാമത്തെ ആഴ്ച പോയി. മഞ്ചേരി കോടതി, മഞ്ചേരി കോടതി സ്റ്റാൻഡിലെ കോടതി അവിടെ പോയി പോലീസുകാരെ വിളിച്ചു. ഞാൻ മോള് വെയിറ്റ് ചെയ്ത് പോലീസുകാർ മേലോട്ട് വന്നു. കോടതി മേലെ കോടതി മോളാണ് പറഞ്ഞു അവിടെ ഇരിക്കുക വന്നു. അത് വിളിക്കുമ്പോ ഉള്ളോട് കയറി അങ്ങനെ ഉള്ളിന്ന് എന്റെ വിളി വന്നു. എന്റെ പേര് വിളിച്ചു, നിഷാദുള്ള പേര് വിളിച്ച് ഞാൻ ഉള്ളോട്ട് പോയി. കോടതിയിൽ പേര് വിളിച്ചു. കോടതി രാത്രി കയറി. അപ്പൊ കൂടെ പോലീസുകാരും വന്നു. അപ്പൊ അത് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഈ സ്വർണ്ണം നിന്റേതാണോ പുറത്ത് നിർത്താണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വർണ്ണം കാണിച്ചെന്നോ? ആ സ്വർണ്ണം കാണിച്ചു. അതെങ്ങനെ അപ്പൊ കാണിച്ചു തന്നിട്ടില്ല, ഒന്നും കാണിച്ചു തന്നിട്ടില്ല. സ്വർണ്ണത്തിന്റെ കാര്യം മാത്രം ചോദിച്ചു. പേപ്പർ സ്വർണ്ണം കൊടുത്തിരുന്നു വെച്ചു. ഉണ്ടായിരുന്നു ചോദിച്ചു. അത് ചോദിച്ചു. പിന്നെ പുറത്തെ കൈമാറി കസ്റ്റഡിയിലേക്കോ കൈമാറാമെന്നൊന്നും പറഞ്ഞു. കൈമാറണമെന്ന് പറഞ്ഞു. കൈമാറാമെന്ന് ഓക്കെ പറഞ്ഞു. പരാതി ഒന്നും ഇല്ലാതെ ചോദിച്ചു. പരാതി ഒന്നും ഇല്ലാതെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് ഇനി ഞാൻ മഞ്ചേരി ഇനിയൊരു മാസം കഴിഞ്ഞു. എത്ര മാസമായിട്ടുണ്ടാവും ഈ കോടതി? എത്ര ഏകദേശം എത്രയായിട്ടുണ്ടാവും? നിങ്ങൾ മെയിലാണ് വന്നത്? ആ മെയ്, ജൂൺ, ജൂലൈ 2 മാസം 2 മാസം 2 മാസം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കസ്റ്റംസിൽ പോകുന്നത്. കസ്റ്റംസിൽ പോയി പാസ്പോർട്ടിന്റെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പിന്നെ കസ്റ്റംസ് തന്നെ പോലീസ് ഓഫീസർ പോകാറുണ്ട്. അവർക്ക് ക്യാമ്പിന് പെട്ടത് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോകുന്നത് ആരെ മുഖേനാണ് ഇതിനോട് ചോദിച്ചു. എല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഒരു നമ്മളോട് കുറയ്ക്കുന്നുണ്ട്, ഫൈനായിട്ട് കുറയ്ക്കാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. വന്നാൽ മതി, നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പോകുന്നു. കസ്റ്റംസിന്റെ പേപ്പർ തന്നു. കസ്റ്റംസിന്റെ പേപ്പർ തന്നില്ല, അവിടെ തന്നെ അവിടെ തന്നിരുന്നു. പോലീസ് തന്നിരുന്നു. പേപ്പർ തന്നിട്ടുണ്ട്. കാണിക്കാൻ പറഞ്ഞു അവിടെ. അവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. 520 കാണിച്ചിട്ടുള്ളൂ. 520 അടുത്ത് എന്തോ കാണിച്ചിട്ടുള്ളൂ. കസ്റ്റംസിൽ അതായത് പോലീസ് കൊടുത്ത സ്വർണം കസ്റ്റംസ് തന്നെ നോട്ടീസിൽ 526 ഗ്രാമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഗ്രാമാണ്? 300-ന്റെ 3. അപ്പൊ 526 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 526 274 ഗ്രാമം കമ്മിയുണ്ട്. അപ്പൊ 274 ഗ്രാം പോലീസ് കൊടുത്തിട്ടില്ല. ഈ കടലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾ 900, 300-ന്റെ 3 കൊടുക്കണം. പോലീസ് കസ്റ്റംസ് തന്ന പേപ്പറിൽ 526 ഗ്രാമാണ്. ഈ പറഞ്ഞ ഏകദേശം 220 ഗ്രാം കമ്മിയുണ്ട്. എന്നിട്ട് പിന്നെന്തായി? പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് 30,000 വേണം. അതാണ് പ്രശ്നം. അപ്പോ പിന്നെ അതിനുശേഷം ഈ ഫസ്റ്റിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ട്. ഇതാണിപ്പോ ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോ ഈ ടിവിയിലും ബാക്കിയിലും പത്രക്കാരും പറയുന്ന കാര്യം അത് സത്യമാണ്. നിങ്ങളുടെ അനുഭവത്തിൽ സത്യം അല്ലേ? ഇതിപ്പോ എവിടെയെങ്കിലും പറയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യല്ലേ? അല്ല മോളെ, ഫാക്ട് അല്ലേ പറഞ്ഞു? മോളെ ഇതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ? ട്രാവൽസിൽ വർക്ക് ചെയ്യാം. എന്താ പഠിച്ചത്? ഈ സംഗതികളൊക്കെ മോക്ക് അറിയാലോ. ഞാനെന്തിങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പോലീസ് അന്വേഷണം ഒരു കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ധാരണയിലാണ്. നിങ്ങളൊക്കെ ഒന്ന് ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ സ്വർണം കൊടുന്ന് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തതും അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അതിനാണ് നിങ്ങളെ ഞാൻ ഇത്രയും എന്താ പറയാ പ്രയാസപ്പെട്ട. അപ്പൊ ഇനി ബാക്കി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ശരി. അപ്പോ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് നമുക്ക് 5 മിനിറ്റ് കാണിക്കാം, പിന്നെ വീഡിയോ നമുക്ക് തരാം. ഇത് മാഷേ, ഇതാ കസ്റ്റംസിൽ
900 ഗ്രാം കൊടുത്തിട്ട് കസ്റ്റംസിന് കൊടുത്ത 524 ഗ്രാമിൻ്റെ അവന് കൊടുത്ത നോട്ടീസാണ്. ഇനി രണ്ടാമത്തെ കേസ് അത് ഞാൻ ചുരുക്കി പറയാം, ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. അതെ അതെ, പോലീസ് പിടിച്ചിട്ട് കസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിൽ ഇവൻ്റെ ഇത് പിടിച്ച 900 ഗ്രാമാണ്. മാത്രമല്ല അവനെ കൊണ്ടുപോയി പുളിക്കൽ ഒരു ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്യുന്നത്. കാരണം ഇത് ബാക്ക് ഹോളിലൂടെ അവർ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഉണ്ടോ അവനില്ലാന്നാണ് പറഞ്ഞത്. ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് സ്കാനിങ്ങിന് കൊണ്ടത് പറഞ്ഞല്ലോ. ആ സ്കാൻ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സ്കാൻ റിപ്പോർട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റെ ആ സൈസും കാര്യങ്ങളും സയൻറ്റിഫിക്കായി അനലൈസ് ചെയ്താൽ ഈ പറയുന്ന 900 ഗ്രാം ഉണ്ടാവും. അനലൈസ് ചെയ്യണം, അന്വേഷിക്കണം. അത് അജിത് കുമാറാണല്ലോ അവിടെ പാൻറ് കത്തിച്ച് സ്വർണ്ണം എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ പണി എനിക്ക് എടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇതെല്ലാം അതിൻ്റെ രീതിയിലാണ് നടക്കുന്നത്. ഒരാളില്ല, സാക്ഷിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥരില്ല, നാട്ടുകാരാരെയും പിടിച്ച് വിറ്റ്നസ് ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തെ കേസ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കാം. ഞാനെന്താ അറിയോ, മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്. ഈ കുട്ടിയും അവരെ ജ്യേഷ്ഠത്തെയും അമ്മാവൻ്റെ മകനോ പോയത്, ആ ഫാമിലിയെ പോയത്. അടുത്ത കേസ് വാപ്പി ഉമ്മയാണ്. 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന മകനെ റിസീവ് ചെയ്യാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ പോയതാണ്. കാളിയാവിലുള്ള സമദ് അവൻ്റെ അടുത്ത് ഇതേപോലെ എയർപോർട്ട് കഴിഞ്ഞ് വന്ന് പോലും മഞ്ചേരിയിലെത്തി. രാവിലെ 7:30 മണിക്കാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസ് വന്ന് തന്നെ വിളിച്ചു, നീ ഈ ഫ്ലൈറ്റിൽ വന്നാലോ ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോയി എവിടെ സാധനം ചോദിച്ചു. അപ്പോൾ അവൻ ഇതേപോലെ തന്നെ ഇവരൊക്കെ ഈ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത്. അവിടെ എത്തി ബാത്റൂമിൽ കയറി, ഹോട്ടലിൻ്റെ ബാത്റൂമിൽ കയറി ഈ സാധനം എടുത്ത് കഴുകി വൃത്തിയാക്കി അവൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലിട്ടിട്ട് ഉമ്മാക്കും മാപ്പാക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് കിട്ടുകയെന്ന്. അപ്പോൾ അവൻ കൊണ്ടുവന്നതിനെന്താ ടിക്കറ്റും പിന്നെ 50,000 രൂപയെ. 4 വർഷമായി അവിടെ നിന്ന് ജോലിയൊന്നും ശരിയാകാതെ വീട്ടിലേക്ക് പോരാൻ ഒരു മാർഗമില്ലായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ അവിടുന്ന് അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു, കൊണ്ടോട്ടി കൊണ്ടുപോകുന്നു. പാപ്പയും ഉമ്മയും അവൻ്റെ ബന്ധു കൂടിയും അവർ വന്ന വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തുന്നു. ഇവരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. വൈകുന്നേരം വരെ ഇരിക്കുന്നു. അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ ഗോൾഡ് അവരെടുക്കുന്നു. ഒരു കടലാസുമില്ലാതെ അവൻ്റെ പാസ്പോർട്ടും ഫോണും വാങ്ങി വെച്ചു. ഇവന് ഫോൺ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇത് വെളിയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പ്രശ്നമാവും എന്ന് ഒരു സൂചനയും നൽകിയിട്ട് അവനെ വിട്ടു. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് അവൻ കൊണ്ടോട്ടി സ്റ്റേഷനിൽ ചെല്ലുകയാണ്. എൻ്റെ പാസ്പോർട്ട് എവിടെയാണ്, എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ മഞ്ചേരി കോടതിയെ സമീപിക്കാൻ പറയുന്നു. അവൻ വക്കീലിനെ ഏൽപ്പിക്കുന്നു. വക്കീൽ വന്ന് ഇതിൽ ഇടപെടുന്നു. 10,000 രൂപ ഫൈന് കെട്ടിയിട്ട് അവൻ്റെ ഫോണും പാസ്പോർട്ടും തിരിച്ചെടുക്കുന്നു. സ്വർണം എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട്. ആ CMPയിൽ സ്വർണത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇനി ആ CMPയിൽ തന്നെ വേറെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അവൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ടു. വക്കീലിന് ഓർമ്മ പ്രകാരം 300 ഗ്രാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ല കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് വരണം. അപ്പം ഇവനും കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ 1 കിലോൻ്റെ താഴെയാണെങ്കിൽ അന്നത്തെ നിയമപ്രകാരം ഇവർക്ക് ബെയിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്ന 950 ഗ്രാം 900 ഗ്രാം. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉരുക്കി എന്താ പറയുക ക്യാപ്സ്യൂളാക്കിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ആ വിഷയത്തിൽ എത്രയാണ് മുക്കിയത് വക്കീൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 900 ഗ്രാമിൽ 320 ഗ്രാം എന്താ പറഞ്ഞു, ബാക്കി ഈ പറയുന്ന 575 ഗ്രാം മുക്കിയിരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതല്ല ADGP ഈ കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് CM എത്തിയോ എന്ന് CM-ഉം പാർട്ടിയും പരിശോധിക്കണം. രണ്ടാമത്തേത് സ്വർണം
അപ്പോ അങ്ങനെ അവിടുന്ന് എന്റെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ഇത് കൊണ്ട് പോകുന്നു അല്ലേ? എത്ര സ്വർണം ഉണ്ടായിരുന്നു? 3 പീസ്. 3 പീസ്. 3 പീസ് എന്നാൽ ഇങ്ങനെ ക്യാപ്സ്യൂൾ മൊത്തം എത്രയായിരുന്നു? മൊത്തം 3 പീസ് 900 ഗ്രാം. എന്നിട്ട് ചേർന്ന് കൊണ്ടുപോകുന്നു ഫ്ലൈറ്റില് കയറി പോകുന്നു. ശരീരത്തിന്റെ ഉള്ളില് ആണ് ഇത് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പോന്നിട്ട് കരിപ്പൂര് ഇറങ്ങി. എത്ര മണിക്ക് ഇറങ്ങുന്നത്? അത് 7 മണി ഏകദേശം രാവിലെ. അങ്ങനെ കസ്റ്റംസിലൊന്നും പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് പിന്നെ അപ്പോ എന്നെ കൊണ്ടുവരാൻ ആരും ആരൊക്കെ നിങ്ങൾ പോയിരുന്നു അല്ലേ? എവിടെ പോയിരുന്നു? ഏകദേശം ഈ സമയം തന്നെ ഏകദേശം 8 മണിക്കാണ് നിങ്ങൾ നാട്ടിലെ കാർ ഇട്ടാ പോയത്. നിങ്ങളെ കൂടെ ആരുണ്ടെങ്കിൽ എന്റെ ഭാര്യയും എന്റെ മക്കളും അതുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ പുറത്തിറങ്ങി നിങ്ങൾ കാറിൽ കയറ്റി പോകുന്നു. കാറിൽ കയറ്റി പോകുന്നു. എന്നിട്ട് പിന്നെ മഞ്ചേരി ബൈപ്പാസിലെത്തുമ്പോൾ ഭക്ഷണമായി താമസിക്കാം. അതായത് കരിപ്പൂര് കൊണ്ടോട്ടി കഴിഞ്ഞ് മഞ്ചേരി ബൈപ്പാസ് ഒരു മണിക്കൂർ എടുത്തു. അതെ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി അങ്ങനെ ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് പോലീസുകാർ എന്താ വന്ന്. അല്ല, ഈ ഭക്ഷണം കഴിക്കാൻ ഓർഡർ ഇരിക്കുമ്പോൾ പോലീസ് വരും. പോലീസാണ് എങ്ങനെ മനസ്സിലായത്? അങ്ങനെ ഒരു വന്ന് ഇപ്പൊ വന്നിറങ്ങിയാൽ കഴിച്ചു. പിന്നെ കൊണ്ടുപോയി പുറത്തേക്ക്. പിന്നെ പുറത്ത് പോകുന്നു. അങ്ങനെ കുറച്ച് നേരം ജോലി ചെയ്ത് വണ്ടി കയറ്റി. അപ്പൊ എവിടെ പോണു ചോദിച്ചു. അപ്പൊ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കാണാൻ ഞങ്ങളും പോലെ ഹാപ്പിയാണ്. പോലെ ടാക്സി തന്നെ പോകുന്നു. ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഫാമിലി തന്നെ പുറത്തുനിന്ന്. അപ്പം പോലീസുകാർ വരുമ്പോ ബാഗൊക്കെ വണ്ടിയിലാണോ? പോലീസുകാർ ഇതില് ഹാൻഡ് വഴിയിൽ മറ്റൊക്കെ ടാക്സിയിലാണ്. ചെറിയ ഹോട്ടലിൽ നിർത്തി. പിന്നെ ഈ ഹാൻഡ് ബാഗ് കിട്ടും ചെറിയൊരു ഹാൻഡ്. മഞ്ചേരി ഹോട്ടലിൽ നിന്നാണ് ഈ സാധനം എന്നിട്ട് വാഷ് ചെയ്താണ് ഞാൻ ബാഗിൽ. ബാഗിന്റെ കയ്യിലുണ്ട്. സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ CD എല്ലാവർക്കും ക്ലിയറാണ്, എല്ലാവർക്കും തരാം. അപ്പോൾ സോറി, ഇതിൻ്റെ ഇതിൻ്റെ കോർട്ട് ഡോക്യുമെൻ്റാണ്. ആ കോടതിയിൽ നിന്ന് അത് വാങ്ങി കൊടുക്കും. അതിൽ സ്വർണ്ണമില്ല, ഫോണും അവൻ്റെ പാസ്പോർട്ട് മാത്രം എടുത്താണ്. ഗോൾഡ് അതിൽ എത്രയാണ് എന്നുള്ളത് തപ്പിയിട്ട് ആ ഫയൽ കണ്ടിട്ടില്ല. 3 ദിവസമായിട്ട് അവിടെ വക്കീൽമാർ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും 5 മണിയായി. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ ഇതും ബോഗസാണോ എന്നുള്ളത് അറിയില്ല, നമുക്ക് പരിശോധിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PV അൻവർ കള്ളക്കടത്തുകാരുടെ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചോദ്യം. അപ്പോൾ ഇനി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഗോൾഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോയെന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട്, സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ 188 കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം, എത്ര കിലോ സ്വർണമാണ് സുജിത് ദാസും ADGP അജിത് കുമാറും P ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ല, അതായത് അത് 102 CRPC ഞാൻ എപ്പോഴും പറയുന്നത് കളവ് മുതൽ. അപ്പോൾ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ CMP ആണ്, FIR കൂടി വേണ്ട. CMP പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത്. അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെൻ്റ് കൊണ്ട് അറിയുന്നില്ല. അപ്പോൾ മഹസർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത്. മഹസർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് പറയുന്നത്. ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണ്ണം കണ്ടെടുക്കേണ്ടത്. അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത്. അവിടുന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത്. അവരാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യേണ്ട അതിൻ്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത്. പക്ഷേ ഇതിൽ റിവാർഡ് കിട്ടൂല. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? പോലീസിന് കിട്ടൂല. കാരണം ആരാ? ഇൻഫോമർ കസ്റ്റംസാണ്. പാസഞ്ചർ ഈ സാധനം ശരീരത്തിൻ്റെ ഉള്ളിലും ബാഗിലും ഒളിപ്പിച്ച് വരുമ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസുകാർ ഇത് കാണുന്നുണ്ട്. കണ്ടാൽ അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത് ദാസിൻ്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം
ഇവിടെ എടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട്. പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. പോലീസ് ആ എയർപോർട്ട് 129 കേസ് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത്. സത്യമല്ലേ? ഈ കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? കരിപ്പൂർ എയർപോർട്ട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലല്ലേ? തിരുവനന്തപുരത്തിരിക്കുന്നവന് മനസ്സിലാവില്ല കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതിന്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടാണെന്നാണ് ജനം തെറ്റിദ്ധരിക്കുക. ആ എയർപോർട്ടിൻ്റെ പരിസരത്ത് പിടിച്ചാൽ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മലപ്പുറം ജില്ല അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? സത്യസന്ധമായി പറയേണ്ട അദ്ദേഹം. ആ എയർപോർട്ട് അവിടെ ആയതുകൊണ്ടും ആ എയർപോർട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പിടിക്കുന്നതുകൊണ്ടാണ് 129 കേസ് മലപ്പുറത്തായത്. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ഇവിടുന്ന് ഈ പയ്യൻ മഞ്ചേരി നിന്നാണല്ലോ പിടിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ല. അത് പടിഞ്ഞാട്ട് പോയാലോ 8 കിലോമീറ്റർ പോയാൽ പുലിക്കൽ കഴിഞ്ഞാൽ രാമനാട്ടുകര കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഈ സാധനമൊക്കെ വരുന്നത് എവിടെയാണ്? ഈ കോഴിക്കോട് എയർപോർട്ടിൽ. സോറി, മലപ്പുറം. നമ്മൾ തന്നെ പറയുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഇതായി പോകണം, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ അതാണ് ആ വിഷയം. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് അവിടെ ഇരുന്നത്? ഞാനൊന്ന് തള്ളാൻ ഉദ്ദേശിച്ചല്ല. ഇനി നമുക്ക് അതിൻ്റെ ക്രോണോളജി ഒന്ന് പറയാം. അതിലേക്കാണ് പോകേണ്ടത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അപ്പോൾ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറേ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. 2 ആരാ? ന്യൂനപക്ഷങ്ങളാണ്. ആരാ പല പോലീസ് സ്റ്റേഷനിലും കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന വർഗ്ഗങ്ങൾ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ടും കൊടുത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ സാജൻ സ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടെ അകന്നു. അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളിമാറ്റി. ചെറിയ വിഷയങ്ങളുണ്ടായി. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ്. അവിടുന്ന് പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ യൂട്യൂബറെ സഖാക്കൾ കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞു 10,000-ഓളം ആളുകൾ വന്നിട്ടുണ്ട്, 8,000-ഓളം പരാതി കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആരും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും 11 സഖാക്കളുടെ പേരിൽ കേസെടുത്തു. എന്താ കേസ്? റോബറി, കളവ് കേസ്. SFIയുടെ ജില്ലാ 2 ഭാരവാഹികൾ ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ്. എത്ര ദിവസം റിമാൻഡ് ചെയ്തു? ഈ വിഷയത്തിന് വേണ്ടി ശശിയെ അനവധി തവണ നിയമം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഈ ADGP വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തൽ. ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കുകയായിരുന്നു. ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു. അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്. അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്യത്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം. വേറൊരാൾ പരാതി കൊടുത്തിരുന്നു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP-ക്ക്. അപ്പോഴേക്കൊരു 23 ദിവസമായിക്കുന്ന ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു, SP ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്നും കാണണ്ടേ? അത് കാണാൻ പോയി. പോലീസ് തടുത്തു, നിങ്ങൾക്കറിയാം. പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 12 മണി വരെ ഇരിക്കുന്ന പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCS എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി. 12 മണിക്ക് ശേഷം DCS കണ്ടു. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 12:45. അപ്പോൾ ഞാൻ പറഞ്ഞു, ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, CMൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCS ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല.
അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറയുന്നത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി, അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്, പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിന് ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബ്ബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്, പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് വെക്കൂല. അല്ലോ ആശ്വാസമായല്ലോ, പടച്ചോനെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മായേശ്വരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കുകളില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ CMൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നത്. CMൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SITയുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30 കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. 12:30 ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CMൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CMന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങൾ നിലക്ക്, അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്, ഇതിൽ സ്വാഭാവികമല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CMനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CMനോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു CM 5-8 മാസം മുമ്പ് CMനോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, CM സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. CMന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ CMനെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ CM അവിടെ ഇരുന്ന് ഇവർ ആ സാജൻ സ്കറിയയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിന് ഞാൻ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാന്ന്. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്കിയാൽ, അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട CMുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പോലീസിൽ നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പം ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട CMനോട് ഞാൻ പറഞ്ഞു, CM എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു. CMന് ഓർമ്മ ഉണ്ടല്ലോ 8-9 മാസം മുമ്പ് ഞാൻ പറഞ്ഞത്. പുള്ളി പ്രതികരിച്ചില്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെറിയ ചിരിച്ചു, യെസ് എന്നുള്ള പോലെ ഈ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, CM 2021 ഈ ഗവൺമെൻറ് 2ാമത്തെ അധികാരത്തിൽ വരുന്നത് CMൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CMൻ്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്.
പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CMന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ, കേട്ടിരിക്കുകയാണ് CM. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ. ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM. ഇനി അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കെന്താ എനിക്ക് തൊണ്ടയിടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണെന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിൽ, അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്താ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് CMന്റെ ക്യാബിൽ നിന്ന് പുറത്ത് കിടക്കാൻ മാർഗ്ഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു CMനോട്, CM ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും. CM അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പോൾ ഈ വായിച്ചപ്പോൾ തന്നെ CMന് മനസ്സിലായതല്ലേ. അപ്പോൾ CM എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആൾ സാധുവല്ലേ CM, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ CM നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ CMനോട് ചോദിച്ചു, CM പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ, അപ്പോൾ എനിക്ക് വീണ്ടും ആവേശമായി. കാരണം CM അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ. കാരണം CMന്റെ ആ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് വന്നത്. മാഷിക്ക് പോയി ഞാൻ പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞതല്ല, അതൊരു വാസ്തവ. ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV അൻവർ സിന്ദാബാദ്. ഞാൻ തന്നെ വിളിക്കുക, PV അൻവർ സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴും എൻ്റെ എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4 DSPമാരെ മാറ്റുന്നു. ഈ PV അൻവറിൻ്റെ ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് PV അൻവർ സിന്ദാബാദ്. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടണില്ല. എനിക്ക് സംവെയർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു. 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു. DSPമാരെ മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SPൻ്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു അത് നല്ല ആരെങ്കിലും വെച്ചോന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ കണക്കിൽ. പക്ഷേ എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പം എൻ്റെ കണ്ണ് മുഴുവൻ കേസ് അന്വേഷണത്തേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സഖാക്കൾ, ഓ എന്താട്ടെ ഭയങ്കര സ്വാധീനമാണ്, പത്രക്കാരും ആയശൊക്കെ. കാര്യം എന്തായാലും അൻവർക്ക് ആ സംഗതി ഉഷാറായല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനില്ല. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പം കേസ് അന്വേഷണം നടന്ന് നീങ്ങുന്നില്ല. അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയുക മരമുറി. അപ്പോൾ ഈ മരം എടുത്ത ഈ സാധുവിനെ 10-70 വയസ്സിലെ കുഞ്ഞാമാക്കുക വേറെ ആളെ വിട്ടിയാണ്. അയാളെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പൊന്നാര മനെ നിങ്ങൾ പറയുന്നതൊക്കെ ഫോണിലൊക്കെ TV-ലൊക്കെ കാണുന്നുണ്ട്, ഏതായാലും
കാക്കാൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഒരു നല്ല കോലത്തിലല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഞ്ഞാമാക്ക് വെച്ച് അല്ല ഇങ്ങനെ വന്ന് 2 ദിവസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് SSB ആണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോയി. SP ഓഫീസിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. 9 മണിക്ക് ഞാൻ ചെന്നു, ഉച്ച വരെ അവിടെ ഇരുന്നു. നിങ്ങൾ ചോർന്ന് വന്നോളി പറഞ്ഞു. ചോർന്ന് വന്നു. 4 മണിക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഈ മരക്കുറ്റി എനിക്ക് പറ്റില്ല ആ വിഷയം പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പോൾ എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പറയും, എന്ത് നിങ്ങൾ പത്രസമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, പത്രസമ്മേളനം നിർത്തി ഇങ്ങനെ പറയും. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിറങ്ങണം. എനിക്ക് ഈ പറയുന്ന കുറേ DYSPമാരെയും SP-മാരെയും മറ്റവൻ്റെ കാലിൽ തൂങ്ങാനില്ലായിരുന്നോ സുജിത്ദാസ്, ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ, എനിക്കിങ്ങനെ ആഘോഷിച്ച് ഭരിച്ചൂടെ. ഞാൻ അപ്പോൾ ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ, എനിക്ക് സുഖമായിരുന്നു. എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടിയെ ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിൻ്റെ കള്ളക്കളിയെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളുണ്ടെന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദ്ദിച്ചോ ഇത് നിങ്ങൾ കേട്ടില്ലേ? എന്തായി? ഈ കാര്യങ്ങൾ ഉന്നയിച്ച PV അൻവറിനെ നിലക്ക് നിർത്താൻ യാതൊരു മാർഗ്ഗമില്ല. അതിനുള്ള വേറെ കാര്യം കേട്ടോ, എനിക്ക് സംശയമാണ് വേറൊരു കാര്യം. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ 4 ഡോക്യുമെൻ്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെൻ്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെൻ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണം നടക്കുന്നു. പിന്നെ കാണുന്ന എന്താ, വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് എവിഡൻ്റാണ്. ഇതിന് 4 ദിവസം മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുമാണ് ഈ സ്ഥലങ്ങൾ. അതിൻ്റെ ഡോക്യുമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുക, സ്പോട്ടിൽ. അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി, എനിക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെൻ്റ് നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,80,017 രൂപ ഒരു പൈസൻ്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെൻ്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്ന് ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെൻ്റ് വാങ്ങുന്നു, 10 ദിവസം കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10ാമത്തെ ദിവസം 2016 ഫെബ്രുവരി 29 19 തീയതി വാങ്ങുന്നു, 29 തീയതിക്ക് വെക്കുന്നു. എത്രക്കാ? 65 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് പൈസ. റിസീവ്ഡ് 65 lakhs ക്യാഷ്. ഈ സാധന കൊടുത്തത് DGPക്ക്. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകൻ്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു, മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ, എങ്ങോട്ടൊക്കെ ഈ പോക്ക്. എന്നിട്ട് എന്താ എൻ്റെ ബാരിക്കേഡ്? പാർട്ടി ലൈൻ. പ്രിയപ്പെട്ട സഖാക്കൾ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായതാണ്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി
സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം. ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല. 95% സഖാക്കളും കമ്മ്യൂണിസം പഠിച്ചിട്ടാണ്. മാർക്സും ആംഗൽസും കാണാതെ പഠിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയം ഈ പാവങ്ങളെ സ്നേഹിക്കുകയാണ്. മറ്റവരെക്കാട്ടിലും നല്ലത് ഇവരാണ്. അത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ ഒരു ഉദ്ദേശം, വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി, ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തർക്കില്ല. ആ 3-4 ആദർശത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതാണ് പാർട്ടി. ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത്. ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പം നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേടുകൊണ്ട് പറയാം അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും വാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് കോൺഗ്രസ്സുകാരനായ PV അൻവർ വന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോന അൻവർ. എനിക്ക് വിഷമമുണ്ടാവും, ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്ത് വന്നത്. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും. അപ്പോൾ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളത്, പാർട്ടി സഖാക്കൾ എങ്ങോട്ട് പോകണ്ട? പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട. പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട. പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ. അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം. അതല്ലേ എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും, അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു, ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നാൽ അവിടെ നീതി നടപ്പാണ്ടേ? അവിടെ നീതി നടപ്പാവുണ്ട്, അംഗീകരിച്ചു, നല്ല കാര്യം. അവിടെ മാർക്സിസ്റ്റുകാരനാണ് 2 കൊടുക്കുക. ഓട്ടോറിക്ഷ ഓടി വരുന്നവൻ CITൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് സാധാരണ ഫെയിനാണെങ്കിൽ 1000. എത്ര സഖാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്? വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഉടനീളം. എന്താ ഇവർക്ക് ആർക്കും കണ്ണ് നിറയുന്നില്ലേ? എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരോട് ഒരു കാര്യം വിശദമായി പറയാനുണ്ട്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നെ എന്തോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്ന കാര്യം, കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ മാഷേ? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വിഷയം എന്താ സ്ക്രീ പറ, അരുണ് പറയും. അല്ലെ, നിങ്ങളത് കഴിച്ച് എന്നോട് ചോദിച്ചോ? കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പൊതുസമൂഹം നേരിടുന്നത് അത് രണ്ടാമത്. അതിലും വലിയ പ്രശ്നമുണ്ട്. അതൊന്നുമല്ല. ആരെങ്കിലും ഐക്യമില്ലോണ്ട് വരുത്തുന്നുണ്ടെങ്കിൽ പറയും. കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. ഞാൻ പറയാം, സമയം കളയണ്ട. എന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമ്മൾ ഒരു ഇന്ത്യയിൽ അതർ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല.
ജനങ്ങളിങ്ങനെ വിചാരിക്കും ഇപ്പത്തെളിയെന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കൾ, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്. ഞാനിത് എത്ര ദിവസം ഉണ്ടാകും, ഇന്ന് എവിടെ തട്ടും, എവിടെ ജയിലിലിടും, ഒന്നും പറയാൻ കഴിയില്ല. ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും UDF പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂരും ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം ഇത് തന്നെ. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. നീ എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2024 ജോക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവരാരും ഏറ്റെടുക്കില്ല. ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. ആയിക്കോട്ടെ, എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത്? എന്താ ചെയ്തിരിക്കുന്നത്? മഹാനായ CH ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാന്യനായ ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ പണി എന്താ? ഒരു വിഷയത്തിലും ഇടപെടില്ലല്ലോ. കുഞ്ഞാട്ടി സാഹിബ് ഇങ്ങനെ അല്ലേ, അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല. അന്വേഷിക്കണം, പിടിക്കണം. എന്താണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ് എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി? എന്താ കെ സുധാകരൻ്റെ അവസ്ഥ? എന്താ VD സതീശൻ എന്താ ഏറ്റെടുക്കാത്തത്? എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട്, എടുത്താൽ പൊന്തൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരൊക്കെ ഒന്ന്, ജനങ്ങളോ വിഡ്ഢികൾ. അപ്പം സഖാക്കളോ സഹിച്ചോളുക, മിണ്ടാൻ പറ്റൂല. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത്? പൊതുപ്രവർത്തകർക്ക് ഒന്നിലും ഇടപെടാൻ പാടില്ല. പോലീസ് മാത്രമല്ല, 8 കൊല്ലത്തെ LDF ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവില കിട്ടൂ. ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെൻറ്റിൻ്റെ 8 കൊല്ലത്തെ സംഭാവനയാണ്. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്ത് പറയുന്നല്ല ചോദ്യം. സഖാക്കൾ വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെൻറ്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ. പറയില്ല, നീ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാം, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിൽ നിന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കലെന്ന് പറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഖാക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണോ? അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാല് പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGPൻ്റെ ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക്? ഇപ്പം ഞാൻ കേസിൽ പ്രതിയാൻ പോവാണ്. വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFൻ്റെ നേതാക്കന്മാരെപ്പുറം ഇങ്ങനെ നിന്നാൽ പോരെ? കുറച്ചും കൂടി വിടർന്ന് നിൽക്കായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ, ഒരു സാമുദായിക നേതാവ് അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജിഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദ് ആയാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂല്യന്മാരും മിണ്ടൂല, പള്ളിലച്ചന്മാരും മിണ്ടൂല, ഈ പറയുന്ന സ്വാമിമാരും മിണ്ടൂല. മിണ്ടാൻ പറ്റൂല. പറ്റിയ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയുക രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല.
ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ. ഞാനൊരു കാലിച്ചായ ഈ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം. ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും. കൊന്നവന് മാത്രമല്ല, കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയവനും ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. ഇപ്പം ആകെ നമുക്കുള്ളത് എന്താ? മനസ്സമാധാനം. നിങ്ങളിപ്പോൾ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരെ അമ്മയും അങ്ങ് ഭയപ്പെടില്ല, 10 വരെ നോക്കും. 10:10 കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കും. പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും. 11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികളെ കാത്തിക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയരികിൽ ഓൽക്കാർക്കും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:15, 4:30 ആകുമ്പോഴൊന്ന് വിളിച്ചു നോക്കുക. ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ. 1 മിനിറ്റ് തെറ്റിയാൽ ആളി കത്തും തീയ്. എന്താണ്, ബോംബെറിഞ്ഞോ, ഭർത്താവ് കൊല്ലപ്പെട്ടോ, ആക്രമിക്കപ്പെട്ടോ, ഇതല്ല ആലോചിക്കുക. ഇതാണ് വർഗീയത. വലിയ സുഖല സംഗതിയല്ല, അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിൻ്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാനുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ഉയർത്തിയ വിഷയം എന്താണ്? ഈ സന്ദീപാനന്ദഗിരി വിഷയം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പം തരാം, ഇത് കഴിഞ്ഞു, ഇത് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പം തന്നെ കണ്ണൂരിലെ സഖാക്കൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കുറേ മാസങ്ങളായി പറയുന്നുണ്ട്. കണ്ണൂരിലെ സഖാക്കളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന അവിടുത്തെ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും ഒരു കേസ് കൃത്യമായി നടന്നിട്ടുണ്ടോ? ഇപ്പം അവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. എന്താണ് DYSP സുകുമാരൻ. സഖാക്കൾ പറയുന്നത് അവിടുത്തെ പ്രമാദമായ പല കേസും ഇദ്ദേഹത്തെ വിട്ടാണ് അന്വേഷിപ്പിച്ചിരുന്നത്. നിരപരാധികളെ ഒരുപാട് സഖാക്കളെ പ്രതികളാക്കിയിട്ടുണ്ട്. ഈ കക്ഷി ഇപ്പം 2 മാസം മുമ്പ് BJP ചേർന്നിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന സന്ദീപാനന്ദഗിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. കാരായി രാജനെ പ്രതിയാക്കണം അല്ലേ? ആരാ ചെയ്യുന്നത്? ഇത് കത്തിച്ച BJPയുടെ RSSന്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് കാരായി രാജനെ. AKG സെന്റർ മർമ്മങ്ങൾ, AKG സെന്റർ മറക്കാനായിട്ടില്ല. അന്ന് ഈ AKG സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ആരാണുള്ളത്? ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറൊക്കെ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ബോംബ് പൊട്ടിയതിനെ പറ്റി എന്താ പറയുക, ടീച്ചർ ഒരു എന്താ പറയുക കിലുക്കോ എന്താ പറയുന്നുണ്ട്. ആ ടീച്ചർക്ക് എന്തായി എന്താണ് എഴുതിയിരിക്കുന്നത്? കിടുങ്ങാച്ചി അമ്മ എന്നുള്ള പേരിട്ട് ഇവിടെ സൈബറില്ലേ? ഇല്ല, ഇട്ടില്ലേ? എന്തിനാ ആ കേസ് പരട്ടി പഠിക്കാൻ നോക്കിയില്ലേ? ആ ചീത്തപ്പേര് അവർ വഹിക്കുമ്പോഴാണ് അവർ PV അൻവറിനെതിരെ പറയുന്നത്. ആയിക്കോട്ടെ, അവരും അനുഭവിച്ചാണല്ലോ. ആ AKG സെന്റർ കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്കുക പരിശ്രമം നടത്തിയെന്നില്ല എത്ര വാർത്ത വന്നു. അപ്പം ഈ പോക്ക് അങ്ങോട്ടാണ്. ഇവർക്കൊക്കെ P ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല കേട്ടോ, ഇന്ത്യ രാജ്യത്ത് ഇത്രയും എന്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട CM-ന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ്, ഒരൊറ്റൊരുത്തൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞാൽ ഇതിൻ്റെ ചെവി അരിഞ്ഞു കൊടുക്കാൻ CM-ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ CM ഈ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? CM എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, CM-നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കം എനിക്കില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ്? പല ഉപജാപക സംഘങ്ങളുമാണ്. നേർക്കുനേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെ ആയിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൻ്റെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന
ഈ അജിത് കുമാറും വാറോല സംഘവും ഈ പി ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കിയുള്ളവരെയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിൻ്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവർ തീരുമാനിക്കണം. അപ്പം ഇതൊരു പ്രധാന വിഷയമാണ്. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക്. പാർട്ടി അതിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി? കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിൻ്റെ കോപ്പി തരും. ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങളത് സ്വയം അന്വേഷിക്കുക. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല. ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ വന്നത്. ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ ജീവിക്കണം, അവർക്കൊരു അത്താണിയാകണം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുണന്നുള്ളത്. തെറ്റിദ്ധരിച്ച സഖാക്കളുണ്ടെങ്കിൽ പുത്തം വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തം വീട്ടിൽ അൻവർ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഖാക്കളെ. വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകായിരുന്നു. ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് അക്കോർഡിംഗ് ടു മീ. ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവേര് വെട്ടാൻ PV അൻവർ തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെൻറ്റർ പൊളിച്ച് സഖാക്കൾ ഓടേണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോൾ. പക്ഷെ എൻ്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവും കീശി വെച്ച് നടക്കില്ല. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം, അവൻ്റെ വിദേശത്തിൻ്റെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പം അത് എവിടെയൊക്കെ എത്തിക്കണമോ എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചത്? അത് എന്നേറ്റുണ്ടായ എന്നെ കാര്യം അല്ല, അതൊരു പ്രപഞ്ച സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുമോ? ഒരു ദിവസമല്ലല്ലോ, 3 കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇന്റലിജൻസില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, വിജിലൻസില്ലേ, കേന്ദ്ര ഏജൻസികളില്ലേ, നാട്ടുകാരില്ലേ, പാർട്ടിക്കാരില്ലേ? പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്ന് അടിച്ചു പോണ്? 10 മണി കഴിഞ്ഞാൽ കരിപ്പൂർ ആ റോഡ് ബ്ലോക്ക് ചെയ്യണമല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യണം. എവിടെ ഒരു നിയമമല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം, കടകൾ ഓഫ് ചെയ്യണം. സുജിത് ദാസിൻ്റെ ഓർഡറാ. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ ഇട്ടുതരണം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിലൊക്കെ പല പത്രക്കാരും ഒന്ന് ഇടപെട്ടതാ. അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ 102 CRPC ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിനെ തൂക്കെടുത്ത് പോവാണ്. ഇതുവരെ അന്വേഷിക്കാൻ കണ്ടിട്ടില്ല. നാളെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം, ഒരു തട്ടാൻ ഉണ്ണിൻ്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്ന അപ്രൈസർ, നാളെ ഉണ്ണിൻ്റെ സ്വത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പോലീസ് കണ്ടെത്തിയിട്ടില്ലല്ലോ. നാളെ രാവിലെ ചായ കുടിച്ച് റെഡി ആയിക്കോ. നാളെ രാവിലെ മുതൽ ചലോ കൊണ്ടോട്ടി. മനസ്സിലായില്ലേ? അല്ല, തെളിവ് ഞാൻ തരാം. ഞാൻ പാർട്ടിക്കെതിരല്ല പറയുന്നത്. ഞാൻ പാർട്ടി ഇത് എന്താ, വാട്ട് ഈസ് പാർട്ടി? യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പാർട്ടി, വാട്ട് യു മീൻ ബൈ പാർട്ടി എന്ന് പറഞ്ഞേ.
അല്ല പറയൂ, ചോദ്യം ചോദിച്ചാൽ പോരാ. ഇഫ് ഐ ആം ആസ്കിംഗ് സം ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ഓൾസോ. ടെൽ മീ വാട്ട് ഈസ് പാർട്ടി. പാർട്ടി എന്താ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി പ്രവർത്തകരാ. നോ 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 നോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സഖാക്കളാണ്. മനസ്സിലായോ? അതിൻ്റെ മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി ലീഡേഴ്സ്. മനസ്സിലായോ? ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കളാണ്. അവരുടെ വിഷയമാണ് പൊന്നാര സഹോദരൻ പറയുന്നത്. സൂപ്പർ നേതാക്കളാണ്, പക്ഷെ കാലിൽ ചെങ്ങലുണ്ട്, കൊച്ചു വിലങ്ങാണ്. അദ്ദേഹത്തിന് പറയാൻ, അദ്ദേഹത്തിന് അത്രയും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരം കൊടുത്തോളൂ. അതൊന്നും പറയാനായിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ലേശം തിരക്കുണ്ടാവും. അത് നമുക്ക് നോക്കാം. ഒരു കുറവ് ഇപ്പോഴുമില്ല. മുഖ്യമന്ത്രിക്ക് അതിൽ പരിപൂർണമായ മുഖ്യമന്ത്രിക്ക് അതിൽ ബഹുമാനം ഉണ്ട്. അതിന് യാതൊരു തർക്കമില്ല. അല്ല, അത് ഞാൻ പണ്ട് പറഞ്ഞത് എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ. ഇങ്ങനെ ഒരു കുടുംബഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളിപ്പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം. എനിക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെ ആയിരുന്നില്ല ഉന്നയിക്കേണ്ട, ഓക്കെ, കറക്റ്റാണ്. പാർട്ടി സംവിധാനം അതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും, നിങ്ങൾ പ്രശ്നമില്ല. കള്ളനാണ്, അല്ലല്ലല്ലല്ലല്ലല്ല, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി, അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിൻ്റെ പേര് ഇന്നലെ എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കിടന്ന വാപ്പാരും വെല്ലിപ്പാരുടെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങളോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഓരോരുത്തർ ചോദിക്കുക. അല്ല, മുഖ്യമന്ത്രിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞ ശശിയാണ് ഇതിൻ്റെ ആള്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അത്. ഞാൻ സംസാരിച്ച ഒരാൾക്കും, താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല. ഇതെന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇനി വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യുന്നുണ്ടെങ്കിൽ. അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നു, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ പ്രചരിക്കപ്പെടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അപ്പം പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത്, അല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? അത്
PV Anwar ചിലപ്പോൾ കയറെടുത്ത് തൂങ്ങായിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്ത് കഥയാണ്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 10 മിനിറ്റ് സമയം വേണ്ട. താങ്കൾ മാത്രമല്ല ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും അദ്ദേഹത്തെ ഇത്ര റിസ്ക് എടുത്ത് അദ്ദേഹം സംരക്ഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല? വേറൊരു മരുമകനായിരിക്കും. മേ ബി അനദർ സണ്ണിലോ. ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഈ അജിത് കുമാറിനെ, ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രിമിനൽ, ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം. കാരണം പണി മിനിറ്റ് കൊണ്ട് കൊടുക്കും. DGP ഇതിങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക സസ്പെൻഷന്. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു കൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ. എന്തത് ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഇനി ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്കുക, അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുന്നത്? ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഞാൻ എപ്പോഴാ പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞേ ഓക്കെ. അല്ല, അത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞോ വെരിഫൈ ചെയ്താ. ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചാ അതോർമ്മ. ഞാന് ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട്, സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അതിലൊരാളായിട്ട് ഇങ്ങനെ പോലങ്ങളൊന്നും ചെയ്യില്ലല്ലോ. എന്നും ചെയ്യോ? കേരളത്തിൽ ഒരു രാഷ്ട്രീയ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നത് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ അതിലുണ്ട് എന്ന് പറഞ്ഞു. അത് ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ എന്റെ പൊന്നാര അഷ്കര, എന്തിനാ അത് അന്വേഷിക്കണത്? ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഉണ്ട്. ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറും ഉണ്ട്. സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ, അത് വളർന്നു പറഞ്ഞ ജില്ലയ്ക്ക് എത്തിക്കണം. അവിടുന്ന് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സഖാക്കൾ പരിശോധിച്ചോ? പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ അതുപോലെ തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്നിട്ടോ സഖാക്കൾ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. പഞ്ചായത്ത് ലെവൽ എത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രാഞ്ച് കൂടി എത്താനുള്ളൂ. അതോടുകൂടി ഏർപ്പാട് നിർത്താം. എനിക്കോ? പിന്നെന്താ? ഞാൻ കാവൽക്കാരനാണ്. ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ. എൻ്റെ പണി സെക്യൂരിറ്റി പണിയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്ര കാലം ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ സെക്യൂരിറ്റിക്കാരന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ. ഞാൻ സെക്യൂരിറ്റിയിൽ തന്നെ പിരിച്ചു വിട്ടാൽ ഞാൻ റോട്ടിൽ ഇറങ്ങിയേക്കും. അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഈ RSSന്റെ അത്തരം ഒരു ഭീഷണി ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതിനിപ്പോ ദൂതും എന്താ പറയാ പാറാവൊന്നും വേണ്ടല്ലോ. ഈ ADGPയും പൂരം കണക്കലും ഈ പറയുന്ന അവിലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ട്? ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ? ഇറ്റ്സ് എൻ ഓപ്പൺ എന്താ പറയാ സത്യല്ലേ, പ്രപഞ്ച സത്യം എന്നൊക്കെ പറഞ്ഞ പോലെ. നിങ്ങൾക്ക് ആകെ അല്ലല്ല ഇപ്പൊ അല്ല, അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ബേജാറാവണ്ട. എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ നാട്ടുകാരെ കാര്യം നോക്ക്. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിനോടൊന്ന് ചോദിക്കും ഈ കാര്യം. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഉത്തരം പറയണ്ട. എന്റെ ഉത്തരം ഇതിലൊക്കെ ഉണ്ടല്ലോ. അല്ല, അപ്പൊ അത് ലേശം പൊട്ടിക്കറി ലേശം കുറയും. മറ്റേ മകള് ഇത് മരുമാനാണല്ലോ, ലേശം കുറവുണ്ടാവും. എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കും. അല്ല പൊന്നാര മനുഷ്യ, അതൊരു പ്രപഞ്ച സത്യല്ലേ. മാഷ് ഇന്നലെ പറയുമ്പോ ഇടങ്ങാറാന്ന് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പാര ഗോവിന്ദ മാഷാണോ? അല്ലല്ലോ.
പിണറായി വിജയന് വേണ്ടിയിട്ട് ഈ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മൊത്തം അങ്ങ് ബലി കൊടുക്കുകയാണോ? ഞാനല്ല ബലി കൊടുക്കുന്നത്. അങ്ങനെ ബലി കൊടുക്കുന്നുണ്ടോ എന്ന് സഖാക്കൾ പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് നൂറുകണക്കിന് രക്തസാക്ഷികൾ പിറന്നു വീണ പാർട്ടിയാണിത്, മനസ്സിലായോ? ആ പാർട്ടിയുടെ രക്തത്തിലാണ് നിൽക്കുന്നത്. ആ കണ്ണൂരിലെ സഖാക്കൾ, ആ രക്തസാക്ഷികൾ ഇപ്പോഴും കരയാണ്. അവർക്ക് പല കേസിലും നീതി കിട്ടിയിട്ടില്ല. അവരെ പല കുടുംബത്തിനും ഒരാശ്വാസം കിട്ടിയിട്ടില്ല. എൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോവിന്ദ മാഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, മനസ്സിലായോ? അല്ല ഞാൻ പറയട്ടെ ഏത് വ്യക്തി? അതെ മുഹമ്മദ് റിയാസ്. എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കി മാഷെ, മനസ്സിലായില്ലേ? എനിക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ആ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ ഈ സഖാക്കള്. അവർ കുറച്ചും കൂടി മനുഷ്യത്തുള്ളവരാണ് ഈ വിഷയങ്ങളിലൊക്കെ. സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഷർട്ടിലും പാൻറ്റിലൊക്കെ തേച്ച് വന്ന് എന്നിട്ട് അത് കത്തിച്ചു, മനസ്സിലായോ? എന്തിനാ അദ്ദേഹം ഇതിന് പണിയും നിൽക്കുന്നത്? ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ 102 ഒരു മിനിറ്റ്, നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ദയവായി കേൾക്ക്. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചു ട്രൗസറിലും ഷെഡിലൊക്കെ തേച്ചിട്ടാ വന്നതെന്ന് വിചാരിക്കുക. അത് കത്തിക്കണ പണി പോലീസിനല്ല. 102 CRPCയിൽ ആ സാധനം നേരെ കോടതിയിൽ കൊണ്ടുപോയി വെക്കുക. മജിസ്ട്രേറ്റ് ഇതാണ് സാധനം, അതിൽ സ്വർണ്ണുണ്ട്. മജിസ്ട്രേറ്റ് അവിടുന്ന് ഓർഡർ ഇടും, അതിനൊരു ഗാർഡിനെ ഫിക്സ് ചെയ്യും. ഇത് കൊണ്ടുപോയിട്ട് എവിടെയാണ് കത്തിക്കേണ്ടത് വെച്ചാൽ ആ ലീഗലായിട്ട് കത്തിക്കും. അവിടുന്ന് അതിന് ലീഗലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും. ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എത്ര സ്വർണ്ണ കിട്ടിയ ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം, മനസ്സിലായോ? ഈ എല്ലാ പണിയെടുക്കുന്ന ആരാണ്? സുജിത് ദാസ്, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, പോട്ടെ പറയുന്നില്ല. ഈ കേന്ദ്രവും കേരളമൊക്കെ ഒന്നും തന്നെയല്ല മാസം. ആരോട് പറയാം ഇനി പരസ്പരോട് പറയേണ്ടി വരും. ഞാൻ നോക്കിയിട്ടില്ല, ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയും. അല്ല, ആർക്കാണോ കേരളത്തിലെ ഒരു BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, സാഹചര്യവശാൽ നിർബന്ധിത സാഹചര്യത്തിൽ ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അതാരോ നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതെനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിച്ചോ. അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്, ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ. മുഖ്യമന്ത്രി എന്നോട് കേൾക്കണ്ട, അത് നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ എന്തിനു വേണ്ടിയിട്ടാണോ BJPയെ കൂട് പിടിക്കേണ്ടത് ആ വ്യക്തികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ADGPക്ക്. ഇതിൽ BJPയെ കുറ്റം പറയാൻ പറ്റില്ല. BJP നല്ല ഫൈൻ പ്ലേ അല്ല കളിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു, അവരെ വിജയിച്ചു. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് സൗകര്യമൊരുക്കി കൊടുത്തവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞ ആയിരക്കണക്കിന്. ഇപ്പം ഞാൻ ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മെസ്സേജാണ്, ദയവായി നിങ്ങൾ കേൾക്കുക. എന്താ അറിയോ, കണ്ണൂരിലൊരു ഒരു സഖാവിൻ്റെ മെസ്സേജ് വോയിസാണ്. അപ്പം ഇങ്ങനെ നിരന്തരം വിളിക്കരുത്, ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കാറിൽ വരുമ്പോൾ. അപ്പോൾ ആ സഖാവിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ, സഖാവ് നിങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യൻ്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്.
ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻക്ലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവഹദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എൻ്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നതെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എൻ്റെ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം. കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ ഇല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും ഉണ്ട്. അത് മക്കളായിട്ടും കാര്യമില്ല, ഇനി ഉമ്മയായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആവുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവണം. മക്കൾക്ക് വേറൊന്നും മരുമക്കൾക്ക് വേറൊന്നും ഇല്ല. എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക്. ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പോലും താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല, അത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കൾ തള്ളി പറയാൻ മാത്രമല്ല കടന്നാക്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു മനമാറ്റത്തിന് കാരണം? എന്താണ്? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതന്നെ. കൊടും ചതി എന്നോട് നടത്തിയെന്നില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പം പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച മിനിയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കിപ്പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് TV പറഞ്ഞ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ പോലീസ് എടുക്കേണ്ട പണി PV കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ഇരിക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ്. എവിടൊക്കെ ഈ ബോംബ് എത്തുന്നറിയങ്ങള്? ഞാൻ ബാക്കിൽ നിൽക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. ഏത്? ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത് അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയുന്നു ഐഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് ഇതിൽ സഖാക്കളെ പറയല്ല, അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തു കൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് അറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണമെന്ന്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മാഷേ. നിയമസഭയിൽ ഉണ്ടെങ്കിലല്ലേ നമ്മളെ നിയമസഭയിൽ പോയി നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നേ ദിവസം വ്യാഴാഴ്ച അല്ലല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞായറാഴ്ച ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് നിലമ്പൂർ.
പൊളിറ്റിക്കൽ നമ്മളെ ജനങ്ങളോട് പറയണല്ലോ. ആ ജനങ്ങളാണ് ഈ 3 അക്ഷരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പം ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയും. ഒരു മിനിറ്റ്, ഒരു സാധു കുറേ നേരമായി അവിടെ. എന്താ അല്ലല്ല, അത് അന്ന് ADGP സാജൻ സ്കറിയ വിഷയത്തിൽ ADGPയും എന്താ പറയുക അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് പി ശശി, ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ CM-ന് വിവരിച്ചു കൊടുത്താണ്. ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയി എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു നിസ്സഹായാവസ്ഥ. അല്ല മകളമായി നമ്മളത് ടീ പാർട്ടിയാണെന്ന് ചായന്റെ പേർക്ക് ടീ പാർട്ടി അല്ല. ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ. സത്യത്തിൽ CM ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ്, ക്യാപ്റ്റനുമാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ പി ശശി തെറിക്കണം, പോലീസിന് ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരിപ്പുണർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത്. ഞാനും വിചാരിച്ചു അതന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പോണ്ടല്ലോ അങ്ങനെ പറക്കുകയാണ് ഞാൻ ഭൂമി കൂടെ. ശരിക്ക് ഫ്ലൈങ്. കിട്ടൂലല്ലോ. ആ തമാശ കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ നെക്സസിന്റെ കോലം. ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് TV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുറേ ലീഗുകാർ കൈയടിച്ച്, മനസ്സിലായോ, അൻവറാക്ക പറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പോൾ ലീഗ് തട്ടിയോ? അപ്പോൾ അപ്പുറത്ത് കോൺഗ്രസ് കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഹസൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിനെ ഒരു കാരണവശാലും കോൺഗ്രസ് കളിപ്പിക്കൂല. അപ്പോൾ കോൺഗ്രസും തട്ടി, ഇവിടെ CPM-ഉം തട്ടു. അല്ല, അപ്പം ഈ സാധു അങ്ങോട്ടാ പോവാ? മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഒരു മനസ്സിലായില്ല. ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ലോ? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം? ഞാൻ കയറുകയാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാളും നല്ലൊരു സാധനമൊന്നും അല്ല അതൊന്നും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നെക്സസ്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിലേക്ക് പോകില്ല, കോൺഗ്രസിലേക്ക് പോകില്ല, ആ പൊതുപ്രവർത്തനം അവസാനിക്കാനും കഴിയില്ല. അപ്പൊ പിന്നീട് എന്താണ് ഈ പുതിയ പാർട്ടിയാണോ എന്താണ്? ഞാൻ പറഞ്ഞേ കയറെടുക്കുക. നമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ, പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ പ്രശ്നം? എനിക്കെന്താ ഉളുപ്പുകേട്? ഞാൻ ഇരിക്കും. അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നേ, എനിക്കവിടെ ഇരിക്കാൻ എന്താ കുഴപ്പം? എന്താണ് MLA ഷാദൻ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്താ അരുൺ ചോദിച്ചത്? MLA സ്ഥാനം രാജിവെക്കുന്നോ? എന്താ വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? രാജിവെക്കുന്നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണവരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിൻ്റെ അടിയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA ഇപ്പം രാജിവെക്കും വെച്ചിട്ട് ആരും ആ പുളി അരുൺ പിന്തുണച്ച് കുറച്ച് ആളുകൾ തന്നെ പറയും ഇതൊക്കെ പാർട്ടിയിൽ അവതരിപ്പിച്ചുകൂടെ എന്ന് ഒരു വിഭാഗം പാർട്ടിക്കാരെന്നെ ചോദിക്കുന്നു. അപ്പൊ പൂർണ്ണമായും ആ പറയുന്ന വിഭാഗം തന്നെ കൺവിൻസ് ചെയ്യാൻ താങ്കൾക്ക് പറ്റുന്നുണ്ട്? ആ വിഭാഗം താങ്കളുടെ കൂടെ ഉണ്ടാവും? അല്ല, അതല്ല ഇപ്പം ഞാൻ വിശദീകരിച്ചത്. പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ. അപ്പം ഈ സഖാക്കൾ മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്, നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ ആളുകളോട് ഇപ്പം ഏത് കോൺഗ്രസ്സിലെടുക്കൂല, ലീഗിലെടുക്കൂല, മൂപ്പർക്ക് BJPക്ക് പോകാനും പറ്റില്ല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കുകയും ചെയ്തു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്,
കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി. അതിന് ആരും കാത്തു നിൽക്കണ്ട. ഒരു ധാർമ്മിക പ്രശ്നമില്ല. ഞാൻ ചോദിച്ചല്ലോ, ആ മറ്റേ ചങ്ങാതിയിൽ എന്താണ് ശങ്കരനോ എന്താ വക്കീലിന്റെ പേര്? ജയശങ്കരൻ അല്ലേ? നിങ്ങൾ ധാർമ്മികത അവിടെ വെക്കി. അവനോട് ഞാൻ എന്താ പറഞ്ഞത്? അവനോട് ഞാനെന്താ ഒരു മിനിറ്റ് ഇവിടെ ചോദിച്ചു, ധാർമ്മിക ഉത്തരവാദിത്തല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിയിട്ട് ജയിച്ചിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ധാർമ്മികത പഠിക്കാൻ വന്നല്ലോ. എന്ത് ജയശങ്കർ വക്കീല്, അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തല്ലോ. അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ്, മനസ്സിലായില്ലേ? ആ ബക്കറ്റായിട്ട് ഞാൻ ആളെ വിട്ടു നിന്നു. ഞാനൊരു MLA ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെ ഞാൻ MLA ആണ്, എൻ്റെ ഷർട്ട് ചെയ്തില്ലാണ്ട് ഈ സാധുക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക്, സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലുള്ളവ ഈ എന്താ പറയുക ഈ വാഴോളികൾ ചവിട്ടി കയറുന്നത്. അത് നടക്കൂല. എനിക്ക് അങ്ങനത്തെ ഒരു ഫാൾസ് ഇമേജ് വേണ്ട. ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നുമില്ല. അപ്പോൾ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. അംഗമാണ് അവിടെ അത് വിശദമായി പറയാൻ താങ്കളുടെ പരാതി പറയാൻ പാർലമെന്ററി പാർട്ടിയിൽ അവസരമുണ്ട്. അത് താങ്കൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പാർലമെന്ററി പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ അവസരമുണ്ടോ? അത് താങ്കൾ ഉപയോഗിക്കാതിരുന്നതാണ്. അതാണ് വേറെ തമാശ. സാധാരണ പാർലമെന്ററി പാർട്ടി നിയമസഭാ സമ്മേളനം കൂടുമ്പം ചിലപ്പോൾ തലേ ദിവസം, മിക്കപ്പോഴും ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയിരിക്കും. കാരണം എല്ലാ MLA മാരും വന്ന് ഇപ്പോൾ 2 മണി, ഫസ്റ്റ് ഡേ ഒക്കെ 2 മണി 3 മണിക്ക് അസംബ്ലി കഴിയും. അപ്പോൾ ഒരു 3 മണിക്ക് 3:30 മണിക്കുമാണ് ഈ പാർലമെന്ററി പാർട്ടി ഉണ്ടാവും. ഈ UDF ഉണ്ടാവും, സോറി LDF ഉണ്ടാവും, CPM ഉണ്ടാവും. അത് നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ എന്ത് പറയാനാണ്? അവിടെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, മനസ്സിലായില്ലേ? ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് 10 മിനിറ്റിനകലെ പാർലമെന്ററി യോഗം നടന്നിട്ടില്ല. ആര്? ഞാനോ? ഞാൻ പങ്കെടുക്കില്ല. ഞാൻ എന്തിനാ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. ഇല്ലാത്ത പറയരുത്. പാർട്ടി പ്രവർത്തകരിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല. പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് എൻ്റെ വിശ്വാസം. ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നും ആ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ഡിവൈഎഫ്ഐക്കാരൊക്കെ എപ്പോഴും ചോറ് കൊടുക്കുക അല്ലേ? ഇപ്പോഴും ചോറിൻ്റെ പൊതിയും തെരഞ്ഞ് എവിടെയെങ്കിലും ചോറ് പൊതിയുന്നുണ്ടാകും. അവരെന്നോടൊപ്പമാണ്. എനിക്ക് അവരോടാണ് സ്നേഹം. അവരോടൊപ്പം ഞാനുണ്ടാകും. ഞാൻ കിട്ടിയതൊന്നും വിടൂല. സംസ്ഥാന സെക്രട്ടറിയും വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിന് എങ്ങനെയാണ് താങ്കൾക്ക് നിലനിൽക്കാൻ കഴിയുക? ഞാൻ പാർലമെന്റ് ഹൗസിലേക്ക് അങ്ങോട്ട് പോകില്ല. നിയമസഭയിൽ എനിക്ക് ഇരിക്കാലോ. കിട്ടിയതൊന്നും വിടും വിചാരിച്ചിരിക്കില്ല. ഒന്നും വിടൂല. പൊന്നാര മനുഷ്യ എത്ര ടൈം പറഞ്ഞ എല്ലാവരും പിന്തുണ. നിങ്ങൾ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തിൽ? ഒരു മിനിറ്റ്. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്താ പേര്? വിപിൻ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തിൽ? അല്ലല്ല, ഉണ്ടോ? പരിശോധിക്കല്ലേ. ഇതാണ് നമ്മളെ കേരളക്കാരെ പ്രശ്നം. സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമില്ല. അല്ല, നിങ്ങൾ അവർക്ക് അഭിപ്രായം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പത്രക്കാരനായ നിങ്ങളോട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട്, പൊന്നു സഹോദര, ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായം? ഞാൻ നിങ്ങളോട് സംസാരില്ല. ടുഡേ നോ മോർ ക്വസ്റ്റ്യൻ ഫ്രം യു. നമുക്ക് അവസാനിപ്പിക്കാം. പൊതുയോഗ പബ്ലിക് മീറ്റിംഗ് ഞായറോ തിങ്കളോ ഏപ്രിൽ. നമ്മളെ പിന്തുണക്കുന്ന നേതാക്കൾ ജനങ്ങളോട് താല്പര്യമില്ല ആളുകൾ, സഖാക്കളോട് താല്പര്യമില്ല നേതാക്കൾ. പേര് പറയാൻ കുറെ ബുക്ക് വേണ്ടി എഴുതി വെക്കണം. അവസാനിപ്പിക്കാം. മാനസിക നില മാനസിക പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് രഹസ്യമായി പിന്തുണയ്ക്കുന്ന ഒരുപാട് CPM-ലുണ്ട്. തുടരുകയാണല്ലോ. അപ്പൊ ഇടതുപക്ഷ പിന്തുണയോടുകൂടിയാണ് താങ്കൾ MLA ആയത്. ഇനിയും താങ്കൾ അതിന്റെ യോഗ്യല്ലാന്ന് ഇടതുപക്ഷ LDF മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? ഞാൻ നടുപക്ഷത്ത്
ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ റൈറ്റ് ആണ്. ഞാൻ നടുവിലൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. അതൊന്നും വേണ്ട, അവിടെ നടുവിൽ സെൻട്രൽ സീറ്റായി ഞാൻ സ്പീക്കറോട് പറയും നടുക്ക് സീറ്റ് തരാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നടുവ് എപ്പോഴും ജനങ്ങളാണ് ഉണ്ടാവും. അല്ല, അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. ഈസി ക്വസ്റ്റ്യൻ. അതെ, പബ്ലിക് മീറ്റിംഗ് നമ്മളിപ്പോ തീരുമാനത്തിലെത്താണല്ലോ. കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി, ഇവിടെ എവിടെയും എത്തിയിട്ടില്ല. മലപ്പുറത്ത് നേതാവ് അലിഞ്ഞു കയറി വന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ സംസ്കാരം ഒരിക്കൽ ഏതായാലും വേണ്ട, ലീഗ് ഏതായാലും എടുക്കില്ല, മനസ്സിലായില്ലേ? കോൺഗ്രസ് അങ്ങോട്ട് അടുപ്പിക്കില്ല, BJPക്ക് നമുക്ക് പോകാനും പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്തെങ്കിലും ഒരു വഴിയാണ്. അങ്ങനെ അല്ല, രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞതാണ്, അത് വക്രീകരിച്ചതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റെ വീട്, മനസ്സിലായോ? അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ DNA ആണ്. അതിനാ ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു എന്താ ശ്രമമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ചെയ്യുന്നില്ല ED എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി BJPക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി DD അറസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു. ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞത് എനിക്കെന്തല്ലാതെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇവിടെ 4 വോട്ട് കിട്ടണം, ആ കൂട്ടത്തിലോ ചെവി പറഞ്ഞെടുത്താണ്. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ? അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരിക്കലും ചോദിക്കില്ല. അദ്ദേഹം സുബോധത്തോടു കൂടി നല്ല മനസ്സോടു കൂടിയാണ്, ഓർമ്മയോട് കൂടിയായിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കില്ല, വിശ്വസിക്കുന്നതന്നെ. അപ്പോൾ പിന്നെ അതിന് മറുപടി അറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി, രാഹുൽ കുടുംബം, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനത്തോട് സ്നേഹത്തോട് നോക്കുന്ന. രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് 15 ദിവസം മഞ്ചേരിയാണ് വന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമോ K കരുണാകരനും AK ആന്റണി അവിടെ നിൽക്കുന്നുണ്ട്, അവർ രാഹുൽ ഗാന്ധിനെ കാറ് കയറ്റാൻ. രാജീവ് ഗാന്ധി 91 മരിക്കുന്നതിന് 14 ദിവസം മുമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ. വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് കയറിയത് വാപ്പാൻ്റെ കൂടെയാണ്, രാജീവ് ഗാന്ധി കയറിയത്. എന്നിട്ട് അന്ന് സതീശൻ എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത്. ഈ സതീശന് ഭ്രാന്തായി, അറിയാം നമുക്ക്. അവന് ചികിത്സിക്കേണ്ടി വന്നു. കാരണം രാജീവ്ജി കയറിയത് ഫ്രണ്ട് സീറ്റിലാണ്. എന്നിട്ട് ഇവന് ഷെയ്ക്കാൻ്റെ അടുത്ത് അവനെ തൊട്ടി ഒന്ന് തലോടി. അന്ന് ചെറിയ പയ്യനാ, 20-22 വയസ്സാണ് സതീശന്. അവന് മാനസികമായി പ്രശ്നമായി. 2-3 മാസം അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിൻ്റെ മേന്മ പറയാൻ ഇപ്പം രാഹുൽ ഗാന്ധി കി ജയ് എന്ന് പറഞ്ഞേക്കാളും മേന്മല്ലോനും അതിന് പാരമ്പര്യമുള്ളവനാണ്. പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വ്യതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു. ആ സെക്യുലർ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കൈവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് RSSനും BJPക്കും അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ PV അൻവർ അതിലുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഭയങ്കര പോകും. ആ കുടുംബത്തിന് അങ്ങനെയല്ലേ, നമ്മളെ പാരമ്പര്യം ഏതാണ്? ഇനി പോട്ടെ.